അല്ല, ഇതായിരുന്നു നമ്മുടെ ദിവാകരനല്ലേ? ഇതാ. ഹലോ, എവിടെ ആയിരുന്നു ആശാനെ? പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇവിടെ പുഴയിലും കുളത്തിലും കണ്ടിലും എന്ത് വേണ്ട, പരതാനി ഒരു സ്ഥലവും ഇല്ല. പുഴയിലും കുളത്തിലും ഞാൻ ചത്തെന്ന് വിചാരിച്ച് നീയൊക്കെ സന്തോഷമാണ്. എവിടെ ആയിരുന്നു ആശാനെ? വല്ല ലോക്കപ്പില മറ്റായിരുന്നോ? ഏടാ, എന്റെ പൂതി കണ്ടില്ലേ? അല്ല, അങ്ങനെ ചില സംസാരങ്ങൾ ഇവിടെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് മറ്റേ കാര്യം. ഏത് മറ്റേ കാര്യം? മാല, സ്വർണമാല, 2 പവൻ. അതൊക്കെ എപ്പോഴെവിടെ പാട്ടായി കഴിഞ്ഞു. നീയൊക്കെ കൂടെ ആയിരിക്കും പാട്ടാക്കിയത്. അത് വേണ്ടി വന്നില്ല. ദിവാന്റെ അച്ഛൻ 1-2 ദിവസം വട്ടള ചെയ്തുപോലായിരുന്നു പെരുമാറ്റം. 2-3000 രൂപ കിട്ടിക്കാണും. എല്ലാം അടിച്ചു പൊളിച്ചോ? കുറെ കാശ് ഏതെങ്കിലും ചരക്കുകളും തട്ടിക്കൊണ്ടുപോയി കാണും. പെരുവഴിയിൽ നിന്നോട് തോന്നാസം പറയരുത്. ഞാനൊരു അധ്യാപകനാ. അധ്യാപകൻ നിർത്തടാ. ഇങ്ങനെ അധ്യാപകൻ തന്നെ. ആർക്കാ ഇത്ര സംശയം? ഒന്നുമില്ലല്ലോ, ഈ നാട്ടിലെ പിള്ളേരെ 4 അക്ഷരം പഠിപ്പിച്ചു വിടുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യം തന്നെ. ശരി, സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തോളെ കയറുന്നോ? എങ്ങോട്ടാ എങ്ങോട്ടാ എങ്ങോട്ടാ? വെറുതെ വരണ്ട, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ സത്യം എന്ന് പറഞ്ഞാലോ? എന്ത് സത്യം? മാല എടുത്തോണ്ട് പോയത് എന്തിനായിരുന്നു? അച്ഛൻ മണ്ടത്തരം പറയാതിരിക്കണോ? എന്നാ പിന്നെ നമുക്ക് കുറെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാം. നന്നായിരിക്കും. ഞാൻ പുകഴ്ത്താണ് എന്ന് കരുതരുത്. തന്റെ അച്ഛൻ ഒരു കിഴങ്ങന, കുട്ടികളുടെ മാതൃകാ അധ്യാപകനായിരുന്നല്ലോ. പക്ഷേ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഒരു കുട്ടിക്കും ഒരു മതിപ്പും ഉണ്ടായിരുന്നില്ല അങ്ങേരോട്. താൻ ഹരിശ്ചന്ദ്രനാവാൻ നോക്കിയാൽ തന്റെ അച്ഛനായിരിക്കും തന്റെ ഏറ്റവും വലിയ ശത്രു. ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഒന്നും പറയണ്ട. മൗനം വിദ്വാനുഭൂഷണം. ആ തത്വത്തിൽ ഉറച്ചങ്ങ് നിന്നേച്ചാ മതി. കഷ്ടകാലം എന്നല്ല, എന്ത് പറയാനാ? മൂപ്പര് കോലയിൽ ഇരിപ്പുണ്ട്. തനിക്ക് ആകപ്പാടുള്ള അച്ഛനല്ലടോ. ധൈര്യമായിട്ട് പോ. വൈകുന്നേരം കാണും. എപ്പ വന്നാലും കാണും. എന്തിനിപ്പ ഇങ്ങോട്ട് വന്നത്? ഇനി ഇവിടെ കട്ടോട്ട് പോലൊന്നുമില്ലല്ലോ. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കണ സ്വന്തം പെങ്ങടെ കഴുത്തി കിടക്കണ മാല പിടിച്ചു പറിച്ചോണ്ട് പോവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ദുഷ്ട? വേറെ വില പിടിച്ചതൊന്നും ഇവിടെ നോക്കിയപ്പോ കണ്ടില്ല. എന്നാ പിന്നെ നിനക്ക് പെണ്ണിനെ കഴുത്തി ചേച്ചങ്ങോട്ട് കൊന്നുകൂടായിരുന്നോ? അതൊക്കെ വലിയ പാടാണ്. പിന്നെ കേസാവും, കോടതിയാവും, ജയിലിൽ കിടക്കേണ്ടി വരും. നീ ഒന്നും പറയണ്ട മാത്രമേ. എല്ലാം അവന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പഠിക്കാൻ ഞാൻ ഇത്തിരി മോശമായിരുന്നു, സമ്മതിച്ചു. തട്ടിമുട്ടി 10ാം ക്ലാസ് പാസ്സായപ്പോ അച്ഛൻ പറഞ്ഞ സ്ഥലത്തൊക്കെ അപേക്ഷകൾ അയച്ച് കാത്തിരുന്നു. വല്ല നെയ്ത്തിനോ ബീഡിപ്പണിക്കോ പോകാന്ന് വെച്ചപ്പോ സമ്മതിച്ചില്ല. ദുരഭിമാനം. മുറുക്കാൻ കട തുടങ്ങാന്ന് വെച്ചപ്പോ അത് സമ്മതിച്ചില്ല. പുതിയ വരക്കിലെ ഗോവിന്ദൻ മാഷയുടെ മകനായി ജനിച്ചു പോയതാ എന്റെ ശാപം. എടോ, മാസാമാസം മണി ഓർഡർ ഒപ്പിട്ട് വാങ്ങുമ്പോ തന്നെ പറ്റി ഇതുവരെയുള്ള എല്ലാ അഭിപ്രായവും അവര് മാറ്റും. ഞാൻ അകത്താവോ വിജയ മാഷെ? കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഇതുപോലെ കള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന ആയിരക്കണക്കിന് മാഷന്മാര് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം മാന്യന്മാരെ നടപ്പുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ദൂരെങ്ങും പോകണ്ടല്ലോ. ഞാനുണ്ടല്ലോ, എന്നെ ആരെങ്കിലും പിടിച്ചകത്താക്കിയോ? പക്ഷെ മാഷെ പോലെ അല്ലല്ലോ ഞാൻ. എനിക്കെന്താ കൊമ്പിട്ടോ? കൊമ്പില്ല, പഠിപ്പിക്കാനുള്ള മിടുക്കുണ്ടല്ലോ. എന്ത് മിടുക്ക്? ഒരു ധൈര്യം, ആത്മധൈര്യം. എന്നാ എനിക്ക് അതാ ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പഴയ 10ാം ക്ലാസ് കൊണ്ട് ഞാൻ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ ചെല്ലും? എന്നാ പിന്നെ കഷ്ടപ്പെട്ട് കാശും കൊടുത്ത് വാങ്ങിച്ച ആ സർട്ടിഫിക്കറ്റ് അങ്ങ് കയറി കളഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? ആദ്യം കാശുണ്ടാക്കാനുള്ള വഴി ആലോചിക്കും. സ്കൂളിൽ ചേരാൻ. ആ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത്? കുണ്ടാങ്കടവ്. കുണ്ടാങ്കടവ് തനി കുഗ്രാമം. ദിവസേന വെറുതെ ചെന്ന് ഒപ്പിട്ട് പോന്നാലും ഒരുത്തനും ചോദിക്കാനില്ല. ആകെയുള്ള 30 സെന്റ് സ്ഥലം ഭാഗം വെച്ചാൽ അത് തന്നെ ഭാഗം വേണമെന്ന് അച്ഛനോട് പറഞ്ഞാൽ ഈ സ്ത്രീയിൽ അങ്ങനെ ഭ്രാന്ത് പിടിക്കും. അതൊക്കെ നീ ആലോചിക്കേണ്ട കാര്യം. 15 വരെ കൊടുക്കാൻ അവിടെ തന്നെ ആളുണ്ട്. 20 ഒത്തുകിട്ടിയത് MLA ഇടപെട്ടത് കൊണ്ടാ. എന്നാലും ലാഭല്ലേ? ഇവിടെയൊക്കെ ഒരു വേക്കൻസിക്ക് 35-45 ഒക്കെ ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്? തനിക്കടോ മലയാളം എഴുതാൻ വായിക്കാൻ അറിഞ്ഞൂടെ? അത് കഷ്ടിച്ചറിയാം. എന്നാ ബാക്കിയൊക്കെ മനോധർമ്മം പോലെ അങ്ങ് ചെയ്താൽ മതി. 2 ചായ എടുത്ത്. എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ? ആയി. എന്ത് ജോലി? കളക്ടർ. ഇവിടുത്തെ കളക്ടറാ ഇപ്പൊ. ഗോവിന്ദൻകുട്ടി മാഷ് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാ. അങ്ങയുടെ മകൻ ഒരു ജോലിയില്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയതാ. അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100 രൂപ ഇങ്ങാന്നാട്ടെ. 100 രൂപയോ? അതെ, കഞ്ഞി വെച്ച് കുടിക്കാൻ.
വെളുപ്പിനാവുമ്പോ ഇറങ്ങിക്കോളൂ ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. അതിന് ചെലവൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ല ഗുണം പിടിക്കാത്തത്. എന്തോ ഒന്നുമില്ലേ? ഓ, ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഈ നാടും മടുത്തു. ഇവിടുന്ന് കെട്ട് കെട്ടിയേ പറ്റൂ. ആ കെട്ട് അങ്ങ് കുണ്ടാങ്കട വെച്ച് നഴിച്ചാ മതി. ഇന്നലെയും പിടിച്ചൊരു വ്യാജനെ. ഇത് വ്യാജ ഡോക്ടറല്ലേ? എന്തായാലും വ്യാജമല്ലേ മാഷെ? താനിങ്ങനെ ഭീരുവായാലും എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ രൂപ എത്ര ചെലവായി? ട്രെയിനിങ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതായി കള്ളരേഖ ഉണ്ടാക്കാൻ 3000, അറ്റൻഡൻസിന് 1000. ഇപ്പൊ ഇതാ കള്ള സർട്ടിഫിക്കറ്റിന് 2000, പിന്നെ മൈസൂരിൽ പോയി വരാനുള്ള ചെലവ് വേറെ. ഇതൊക്കെ വെറുതെ കളയാമെന്നാണോ? ചേട്ടാ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു മരം കൊണ്ടനാണല്ലോ ഇവൻ. ഞാൻ എന്റെ സംശയങ്ങൾ അങ്ങ് തീർക്കാൻ നോക്കല്ലേ മാഷെ? വരും പോലെ വരട്ടെ. കാശുണ്ടാക്കാൻ ഞാനൊരു മാർഗം ആലോചിച്ചിട്ടുണ്ട്. സ്വല്പം തട്ടിപ്പാണ്. ആകെ മൊത്തം തട്ടിപ്പല്ലേ? മാർഗം പറ. പശുവ ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ വെച്ചോണ്ടിരുന്ന ഐഡിയാസ് തുരുമ്പെടുത്തു. ഇനി ഞാൻ സത്യം പറയാം. നിങ്ങൾക്കും കൂടെ ഗുണമുള്ള കാര്യത്തിന് ഞാൻ ദേവിയുടെ മാല മോട്ടിച്ച്. എടാ, സുഹൃത്തെന്ന് പറഞ്ഞ ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ മാഷെ? സംശയമുണ്ടോ? ഇപ്പൊ നിങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ഞാൻ സഹിക്കൂ. അതുപോലെ ആയിരിക്കണം തിരിച്ചും. അതിനിപ്പോ എന്തുണ്ടായി? നിങ്ങൾ പറഞ്ഞില്ലേ മാല വെച്ച് ഞങ്ങൾ ജോലി അടിക്കാൻ പോയതാ ടൗണിൽ നിന്ന്. എന്നാ സത്യം നിങ്ങൾക്ക് കേൾക്കണോ? ഗാനഗന്ധർവനായ യേശുദാസിന് അഡ്വാൻസ് കൊടുക്കാൻ പോയതാണ്. അഡ്വാൻസോ? അതെ, ടിക്കറ്റ് വെച്ച് യേശുദാസിന്റെ ഒരു ഗാനമേള ഈ നാട്ടില് നമ്മൾ നടത്താൻ പോവാ. ക്ലബിന്റെ ധനശേഖരണാർത്ഥം. ധനശേഖരണാർത്ഥം ആളുകളോട് ചെന്ന് ചോദിച്ചാ മതി. ക്ലബിന്റെ പേര് കേട്ടാ ഉടനെ എടുത്തങ്ങ് തരും. നിന്നെ പോലെയുള്ള ആപ്പവപ്പയുടെ കയ്യിൽ നിന്നും നമ്മൾ പിരിവെടുക്കുന്നില്ല. കുത്തക മുതലാളിമാര്, കച്ചവടക്കാര്, തറവാട്ടുകാര്, ഇങ്ങനെ തുടങ്ങി ആവശ്യത്തിനും അനാവശ്യത്തിനും പണം കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങുന്നവരാണ് നമ്മളുടെ ഇര. പാവങ്ങളെ നമ്മൾ വെറുതെ വിടുന്നു. പിരിവെടുക്കുന്ന കാശ് മുഴുവൻ യേശുദാസിന് കൊടുക്കേണ്ടി വന്നാലോ? കൊടുക്കേണ്ടി. അത് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ പഴയ ഒരു ദോസ്ത, പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. ലാഭം കിട്ടിയാൽ അത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? നമ്മൾ തുല്യമായിട്ട് വീതിക്കുന്നു. അപ്പോ ടിക്കറ്റും നോട്ടീസും കാശോ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിന്നേച്ചാ മതി. എന്ത് പറയുന്നു? നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ കൂടുതൽ എന്തോന്ന് ചിന്തിക്കാൻ. എന്നാൽ എല്ലാരും കൈയടിച്ച് ആ പ്രമേയം ഒന്ന് പാസ്സായിക്കേ. കിട്ടി, എല്ലാം കിട്ടി. ഇനി നമ്മൾ താമസിപ്പിക്കണ്ട. ദാമുവും കുമാരനും സ്ഥലത്തെ വലിയ വലിയ വീടുകളിൽ ചെന്ന് നോട്ടീസ് വരണം നടത്തട്ടെ. അതെ, ഞങ്ങൾ ടിക്കറ്റുമായി പുറകെ വരാം. മാത്തച്ഛൻ, കോൺട്രാക്ടർ സക്കറിയ, സുലൈമാൻ സേട്ട്, കുട്ടിരാമൻ നമ്പ്യാര്, പിന്നെ സ്ഥലത്തെ പ്രധാന മൂരാച്ചികളുടെ വീടുകൾ തോറും. ഒന്ന് പറഞ്ഞു. ടിക്കറ്റ് വിൽപ്പനയെന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം. അയ്യോ, അത് പറ്റില്ല. ടീമിനായിട്ട് വെയിറ്റ് വേട്ടെ. അതല്ല, വേറെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. മാഷ് വരാതിരുന്നാലേ പ്രശ്നം. ഞാൻ പറയുന്നത് കേൾക്കണോ? നീ ഇവിടുന്ന് പണവുമായി മുങ്ങും. ആളുകൾ പിന്നെ എന്നെ പിടികൂടും. ആ അലവലാദികളുടെ കേസല്ലല്ലോ എന്റെ കേസ്. അവന്മാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പണം തന്നവന്മാർ ഒടുവില് എന്റെ ശമ്പളത്തിൽ കയറി പിടിച്ചാൽ ഞാൻ അകത്തിലായി പോവേ. എന്റെ മാഷിന്റെ എവിടെ ആരും കയറി പിടിക്കാൻ പോകുന്നില്ല. ഇക്കാര്യത്ത് മാത്രം താനെന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. ഇതൊരുമാതിരി കാലുവാരി ഏർപ്പാടായി പോയി. എടോ, ഒരുമാതിരി മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. തന്റെ കൂടെ മാല പൊട്ടിക്കാനും കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനും കൂടെ വന്നവനാ ഞാൻ. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ ഒരു ക്ലബിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, അത് വലിയ അത്ഭുതമാണല്ലോ. 2 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ക്ലബ്ബായിരുന്നു ഇവിടെ കോൽക്കളി മത്സരം സംഘടിപ്പിച്ചത്. പിന്നെ പായസം കുടി മത്സരം, ഇഡലി തീറ്റി മത്സരം, പിന്നെ ഈ അപ്പൊ തീറ്റയും കുടിയാണ് പ്രധാനം. അയ്യോ, മുതലാളി ഒരു തമാശ. ഞങ്ങൾ നോട്ടീസ് കിട്ടിയില്ലേ? കിട്ടി. പക്ഷേ ധനശേഖരണാർത്ഥം, അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഈ ധനശേഖരണാർത്ഥം എന്ന് പറഞ്ഞാലേ ധനം ശേഖരിക്കുക എന്നർത്ഥം. ശേഖരിക്കുന്ന ധനം എന്തിനു വേണ്ടിയാ ചെലവാക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. അത് ഞങ്ങൾ പിന്നെ ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ തവണ ഏഷ്യാഡ് നടന്ന ഭാരതത്തിലായിരുന്നല്ലോ. അതിന് അപ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഈ സ്പോർട്സ് രംഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അത് ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ വേറെ ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കുണ്ട് ഉത്തരവാദിത്തം. ഞങ്ങൾക്കും PT ഉഷമാരെ, MT വത്സവമാരെ ഇവിടെ സൃഷ്ടിക്കണം. സൃഷ്ടിച്ചോളൂ. ആവശ്യമാണെന്ന് തോന്നുമ്പോ ഞാനും കുറെ പേരെ സൃഷ്ടിച്ചോളാം. നല്ലൊരു തുക ഞങ്ങൾ മുതലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
കയ്യിൽ കാശുള്ളവർ കൈവളത്തി കാണിച്ചപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകും. മുതലാളിയുടെ 5-8 ബസ്സുകൾ പബ്ലിക് റോഡിൽ കൂടെ ഓടുന്നതാ. അതെ അതെ അതുകൊണ്ട് അല്ല, വല്ലവരും ബസ് തടയുകയോ ടയർ കുത്തി കീറുകയോ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ സഹായം കാണത്തില്ല. അത്രേ ഉള്ളൂ. അതിനിവിടെ പോലീസ് ഉണ്ടല്ലോ. എന്ത് പോലീസ്? ഇരുട്ട് വാക്കിന് 4 കല്ലെടുത്ത് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച പോലീസ് ആരച്ചെന്ന് പിടിക്കും. അതെ, ഞങ്ങൾക്ക് അധികം നേരം സമയമില്ല. ഞങ്ങൾക്ക് പല സ്ഥലത്ത് പോകാനുള്ളതാണ്. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഒരു തുച്ഛമായ ഒരു 1000 രൂപ തന്നാൽ മതി. ബസിന്റെ സുരക്ഷിതത്വത്തിനാണെന്ന് മാത്രം കരുതിയാൽ മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് മതി. മുതലാളിക്ക് ഒരു ഫാമിലി പാസ്വേഡ്, കംപ്ലീറ്റ് ഫാമിലി ഗാനമേളയാക്കാം. ഗാനഗന്ധർവന്റെ മധുരമായ ശബ്ദമല്ലേ മുതലാളി? കാശുവിന് മതി. വരട്ടെ.